PV അൻവർ വ്യക്തിഹത്യ നടത്തുകയാണ് മിനിസ്റ്ററെ എന്ന് പറഞ്ഞാൽ എന്ത് വ്യക്തിഹത്യയുള്ളത്? ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അതിന് ശക്തമായ ഇടപെടൽ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ പറയുന്ന വിഷയത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യരംഗമാണ്. ഇവിടെ ഇപ്പോൾ ESI ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നടക്കുന്ന ധർണയ്ക്ക് മുന്നോടിയായിട്ടാണ് നിങ്ങൾ പത്രക്കാരെ നമ്മൾ കാണുന്നത്. ആ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നമ്മൾ വരുന്നത്. ഇത്രയും തൊഴിലാളികളുള്ള ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കാക്കിയിട്ടാണ് ആ കാലഘട്ടത്തിൽ ESI ഹോസ്പിറ്റൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ 110 ബെഡുണ്ട്. ഇപ്പോൾ ഇവിടെ അഡ്മിറ്റായ രോഗികൾ നിങ്ങൾ പോയി പരിശോധിച്ചാൽ കാണാം 9 രോഗികളാണുള്ളത്. മെഡിക്കൽ കോളേജിൽ 1000 രോഗികളെ അഡ്മിറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യമുള്ളിടത്ത് 5000 രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്ന എന്താ പറയുക 1, 2, 3 സ്റ്റെപ്പായി ആളുകൾ കിടക്കുന്നു, വഴിയരികിൽ കിടക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നിടത്ത് ആളുകൾ കിടക്കുന്നു. ഈ സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ഇത്രയും സൗകര്യമുള്ള 21 ഡോക്ടർമാരുടെ പോസ്റ്റിംഗ് ഉണ്ട് ഇവിടെ. 20 ഡോക്ടർമാർ അവൈലബിളാണ്. നഴ്സിംഗ് സംവിധാനമുണ്ട്. ഒന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. 2 കൊല്ലമായി ഇവിടെ വന്ന ഒരുപാട് മെഷീനറികൾ, ഒരു CT സ്കാൻ കോടിക്കണക്കിന് രൂപ വില വരും, ഒരു അൾട്രാസൗണ്ട് സ്കാന് എല്ലാം പൂട്ടിക്കിടക്കുകയാണ്. ലാബ് എക്യുപ്മെൻറ്റ്സ് ഒഫ്താമോളജിക്ക് വേണ്ടി കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന മെഷീനുകൾ ഒഫ്താമോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും വയറിങ് നടത്താത്തതുകൊണ്ടും പൂട്ടിക്കിടക്കുന്നു. അപ്പോൾ ഏത് മേഖല എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ആരോഗ്യരംഗത്തെ ഇടപെടലിൻ്റെ കുറവ് ഇവിടെ എന്താ പറയുക, ജനങ്ങൾ എല്ലാ നിലക്കും അതിൻ്റെ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെ വലിയ റീൽസിൽ ഈ പറയുന്ന ഇവിടുത്തെ വികസനങ്ങൾ പറയുമ്പോൾ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയമാണിത്. ആ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഇവിടുത്തെ സാധാരണക്കാർക്കും 10,000-ങ്ങൾക്ക് ആശ്വാസം കിട്ടേണ്ട ഒരു കെട്ടിടമാണ്. സത്യം പറഞ്ഞാൽ നമ്മളത് പോയി കണ്ടു നോക്കിയാൽ നിങ്ങൾക്കറിയാം, വലിയ കെട്ടിടങ്ങൾ, വലിയ സൗകര്യങ്ങൾ, വലിയ സംവിധാനങ്ങൾ. ഇതിൻ്റെ എല്ലാ സഹായവും കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇത് കേരളത്തിലെ തൊഴിൽ വകുപ്പിൻ്റെ കീഴിലുള്ള ശിവൻകുട്ടി മന്ത്രിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. ഈ ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളും ഇതിലില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ബേപ്പൂരിൻ്റെ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഇന്ന് വരെ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ ചോദിച്ചന്വേഷിക്കണം. ഒരിടപെടലും നടത്തുന്നില്ല. രോഗികളായ രോഗികൾ മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് ആശുപത്രികളിൽ പോകേണ്ട ഗതികേടാണ്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ സൗകര്യങ്ങളുണ്ട്. ഒരു പ്രസവം ഇവിടെ നടക്കുന്നില്ല. നിങ്ങൾ പോയി നോക്കണം. എന്താ പറയുന്ന, അനസ്തേഷ്യ കൊടുക്കാൻ ഡോക്ടറില്ല. അനസ്തേഷ്യ കൊടുക്കാൻ ഡോക്ടറില്ലാത്തതിൻ്റെ പേരിൽ പ്രവർത്തിക്കാത്ത ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റും അതിന് ആവശ്യമായ ഡോക്ടേഴ്സുമുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫ്. ഒരു 4 ആളെ വെച്ച് കൊടുത്താൽ മതി, ഹോസ്പിറ്റൽ ഓടും. അപ്പോൾ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഇവിടെ വലിയ പ്രചരണം നടത്തിയിട്ട് വലിയ വികസനം നടത്തിയെന്ന് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ UDF ചൂണ്ടിക്കാണിച്ച് ഇതിന് പരിഹാരം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഗവൺമെൻറ്റിനോടും ആവശ്യപ്പെടുമ്പോൾ, ശ്രദ്ധയപ്പെടുത്തുമ്പോൾ അതിനെ നേരെ കൗണ്ടർ ചെയ്യുന്നത് PV അൻവർ വ്യക്തിഹത്യ നടത്തുകയാണ് മിനിസ്റ്ററെ എന്ന് പറഞ്ഞാൽ എന്ത് വ്യക്തിഹത്യയുള്ളത്? ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അതിന് ശക്തമായ ഇടപെടൽ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. UDF കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടെ UDFിൻ്റെ ചെയർമാൻമാർ ഇവിടെ ഉണ്ട്, ചെയർമാനുണ്ട്, ഭാരവാഹികളുണ്ട്, മുനിസിപ്പൽ ചെയർമാനുണ്ട്. ഇവിടെ ചെയർമാൻ ഇവിടെ നമ്മളെ മുനിസിപ്പൽ ചെയർമാനുണ്ട്. ഇവരൊക്കെ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ പോയത്. തീർച്ചയായിട്ടും UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടലുണ്ടാകും. ഇവിടെയുള്ള ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്തി ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ആശുപത്രി ഞങ്ങൾ മാറ്റും. അത് ബേപ്പൂരിലെ ജനങ്ങൾക്ക് ഞങ്ങൾ വാക്ക് നൽകുകയാണ്.